ആ കാലഘട്ടത്തിൽ നമ്മൾ വരുന്ന കാലഘട്ടത്തിൽ എനിക്ക് ഒന്ന് 78 അതെ. അല്ല 78 എൻ്റെ ഒരു ഓർമ്മ ശരി 78 വരുന്ന കാലഘട്ടം. ചുവന്ന വിത്തുകൾ അഭിനയിച്ച് 78 വരുന്നത്. 78 വരുന്ന സമയത്ത് സിനിമ വേറെയാണ് അല്ലേ? അതെ. നമ്മൾ സിനിമയെക്കുറിച്ച് അറിയാമെങ്കിലും സിനിമ വേറെയാണ് അതെ, അല്ലേ? അതെ. നിലമ്പൂർ എന്ന സ്ഥലത്ത് അല്ലേ, അവിടെ നിന്നാണ് വരുന്നത്. നമുക്ക് അവിടെ എടുത്തു പറയാൻ നിലമ്പൂർ ഐഷ ഷെയ്ത്താനെ നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളൂ. ഇളയമയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെ തന്നെയല്ലേ കൊണ്ടുവന്നത്? അതെ അതെ തീർച്ചയായിട്ടും. അവർ തന്നെ സിനിമയിലേക്ക് കൊണ്ട് എത്തിക്കുന്നു, അതെ. സിനിമയുടെ യാത്രയിൽ കൂടെ നിൽക്കുന്നു. ആ ഒരു വരവ് 78 വന്നിട്ട് പിന്നെ ഒരേ വഴി വെച്ചടി ഇവരത്തിലേക്ക് പോയി. അല്ല 78 വന്നിട്ട് പിന്നെ ഞാൻ അഭിനയിച്ചില്ല. പിന്നെ കല്യാണത്തിന് അന്ന് ചെറിയ കുട്ടിയാണല്ലോ, കൊച്ചുകുട്ടിയായിട്ടുള്ള. അല്ല സിനിമയിലെത്തി പിന്നീടുള്ള അഭിനയ ജീവിതം ഞാൻ പറയാം. പിന്നീട് വന്നിട്ടുള്ളത് ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പൂവമ്പഴം എന്ന് പറഞ്ഞ ഒരു കേട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ വന്ന സമയത്ത് ദൂരദർശനിൽ വന്നു. അങ്ങനെ അത് പോയി ചെയ്തു. പിന്നെ കമണ്ടലു എന്ന് പറഞ്ഞ വിജയേഷിൻ്റെ ഒരു സീരിയൽ അഭിനയിച്ചു. അവൻ്റെ ക്യാമറാമാനായിരുന്നു എസ് കുമാർ. കുമാറാണ് എന്നെ ധനത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ധനം സിനിമ ചെയ്യുന്നത്. ആ സിനിമയിലാണ് നല്ലൊരു വേഷം ചെയ്തുകൊണ്ട്. നല്ല വേഷമായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ധനം സിനിമയെക്കുറിച്ച് വരുമ്പോഴേ, ഈ ധനം സിനിമയെക്കുറിച്ച് ഞാൻ ഇന്ന് വെറുതെ ഒന്ന് ഓടിച്ചപ്പം ഞാൻ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ധനം സിനിമയിലെ ക്യാരക്ടറിൻ്റെ പേരെന്ന് പറയുമോ? സരസ്വതിയാണോ? അത് ഓർമ്മയില്ല കേട്ടോ. ലക്ഷ്മി എന്നല്ലേ പേരുകൾ എനിക്കങ്ങനെ ആയിരിക്കും. ലക്ഷ്മി അങ്ങനെ പേരുകൾ വിളിക്കുന്നതുണ്ടോ അതിൽ? അങ്ങനെ അല്ല, ലക്ഷ്മി എന്നാണ് ക്യാരക്ടറിൻ്റെ പേരിട്ടിരിക്കുന്നത്. അങ്ങനെ കുറേ ഞാൻ ഇങ്ങനെ ഇന്ന് എടുത്തു നോക്കി. ആ ക്യാരക്ടറിൻ്റെ പേര് വെച്ച് വരെയാണ് വരുന്നത് ധനം സിനിമ. അങ്ങനെ നമ്മുടെ ക്യാരക്ടറെ കൊണ്ട് അങ്ങനെ പേര് കൊണ്ട് നിലനിന്ന് പോയൊരു സിനിമ ഏതാണ്? അത് സംശയമല്ല, ഗോഡ് ഫാദർ. സംശയമില്ലാത്ത കാര്യമാണ്. ഒറ്റ സീനേ ഉള്ളൂ. ഇന്നും ആളുകൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് പറയും എന്താ സീന, ഒറ്റ സീനുണ്ടെങ്കിലും. ശരിക്കും അതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മക്കൾ മഹാത്മ്യം സിദ്ദിഖൻ എഴുതിയ അതിലേക്കൊരു വലിയ വേഷമായിരുന്നു. ഞാനും ലളിത ശശിയായിരുന്നു. അപ്പം അന്ന് ചെറുപ്പം വയസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതെ, അത് ചെയ്യുന്നത്. ആ സിനിമയുടെ പേര് എന്നും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗോഡ് ഫാദർ സിനിമയെക്കുറിച്ച് പറയാനില്ല കേട്ടോ. അതെ 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 അതെ. ഹരീസ് കൃഷ്ണൻ ചേട്ടൻ്റെ ഒരു വരവ് ആ സിനിമയിൽ ഗംഭീരമായിരുന്നു. അങ്ങനെ കുറേ പേര് കുറേ ആർട്ടിസ്റ്റുകളുടെ സിനിമയാണ് അത്. ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവർക്കും പിന്നീടുള്ള കാലഘട്ടത്തിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുമില്ല. ശരിക്കും ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ഗംഭീര സിനിമയായിരുന്നു. ആ പേര് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ? ഈ ലാലേട്ടൻ്റെ കൂടെ ആദ്യം അഭിനയിച്ച പടമാണല്ലോ ഈ പറഞ്ഞ ധനമാണല്ലോ. അന്ന് ലാലേട്ടനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരിക്കാം. സിനിമകൾ കണ്ടു. പക്ഷെ അന്ന് ലാലേട്ടൻ്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ മനസ്സിൽ അന്ന് തോന്നിയ ഒരു കാര്യം ഇപ്പോൾ ഓർത്തെടുക്കാൻ പറയും എന്ത് പറയും? അല്ല, അങ്ങനെ ഒരു ഓർത്തെടുക്കാൻ പറ്റിയ ഒരു ഇതൊന്നും എനിക്കങ്ങനെ ഓർമ്മയില്ല. നമ്മൾ സാധാരണ ഒരു നടനെ കാണുന്ന ഒരു രീതി തന്നെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത്ര തന്നെയാണ്. എനിക്ക് ലാലേട്ടൻ മമ്മൂക്ക ഈ രണ്ടുപേർക്കും രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്, രീതികൾ അങ്ങനെയാണ്. അത് രണ്ടുപേരോടും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. രണ്ടുപേരോടും അഭിനയിച്ച് ആ ലൊക്കേഷനിൽ എപ്പോഴും നമ്മൾ ഒരു സ്നേഹം, ബഹുമാനം, അതോടൊപ്പം തന്നെ ഒരു വാത്സല്യം ഇത് കിട്ടുന്ന ആരിൽ നിന്നായിരിക്കും? നമുക്ക് കിട്ടുക, അങ്ങോട്ട് കൊടുക്കും. നമുക്ക് കിട്ടും. അങ്ങനെ വാത്സല്യം ഒന്നും കിട്ടാൻ എന്താ, നമ്മൾ അങ്ങനെ ഇല്ല. സ്നേഹം എല്ലാവർക്കും ഉണ്ട്. ഇപ്പം മോഹൻലാലാണെങ്കിൽ തന്നെ രണ്ടാളും, മമ്മൂക്കയാണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷെ രണ്ടാളും രണ്ട് രീതിയാണ്. മമ്മൂക്കാനെ കുറച്ചും കൂടെ വാത്സല്യം നമുക്ക് അങ്ങോട്ട് തോന്നുന്നത് മോഹൻലാലിന്റെ അടുത്താണ്, ബഹുമാനം കൂടുതൽ തോന്നുന്നത് മമ്മൂക്കയുടെ അടുത്താണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.